Today we are on the way for a pilgrimage to Holy Eucharist Church, Vilakannur, which is situated at Vilakannur of Kannur district of Kerala state. Because of the Eucharistic miracle which has been recently approved and declared as a miracle by the Holy See, Vilakannur has come for famous. Vilakannur Church has got a long history of being established in the year 1960. This church comes under the Archdiocese of Tallicherry. It is a Syro-Malabar Catholic Church. The people from different parts of Kerala had migrated to this small village called Vilakannur and established their own place of worship in the name of Christ the King. Number of devotees had gathered at the church and they were immersed in prayers and adoration. Let us join with them in the prayers and adoration in Malayalam language. മാതൃകയായി മുന്നിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം, വിശ്വാസികൾക്ക് മധ്യസ്ഥയായി നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം നമ്മളെ പഠിപ്പിക്കുന്ന, അവൻ വളർന്നു വരുമ്പോൾ ബന്ധുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ കേൾക്കേണ്ടി വന്ന അവനെ കുറിച്ച് കേട്ട അപവാദ പ്രചരണങ്ങൾ, പിന്നീട് അങ്ങോട്ടേക്ക് അവൻ സ്നേഹിച്ചു കൂടെ കൊണ്ടു നടന്നവൻ, ഒറ്റിക്കൊടുക്കുന്ന, ഒപ്പം നിർത്തിയവൻ തള്ളിപ്പറയുന്ന, അവനിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവർ തന്നെ ഇവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുന്ന തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ കന്യകാമറിയം വിശ്വസിച്ചു. സത്യമായും ദൈവത്തിന്റെ വാക്കുകൾ നിറവേറും. പരിശുദ്ധ നീ ദിവസവും പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഈശോ ഇതായിരിക്കും. ഞാൻ പ്രസംഗിച്ച് 10-25 വർഷമായ ഒരു പുരോഹിതനാണ്. 25 വർഷമായിട്ട് ഞാൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും വിശുദ്ധ ബലിയർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പല അത്ഭുതങ്ങളൊക്കെ നമ്മൾ നേടുന്നു. ഞാൻ കർത്താവിനോട് പല സമയത്തും ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് കർത്താവ് കൃത്യമായിട്ട് ഇടം തരാറ്. അതുകൊണ്ട് ഞാനിങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക പ്രാർത്ഥന സമയത്ത് എൻ്റെ കയ്യിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും തരും. അങ്ങനെ ഈ അടയാളം കിട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കുക പോയി എന്തായിരിക്കും പറ്റി. ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുർബാനയുടെ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ചിന്തയാണ്, പറ്റിയത് തന്നില്ലല്ലോ, എൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. എന്തായാലും പിന്നെ എനിക്കാണെങ്കിൽ ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ കാസയിൽ ഒക്കെ കഴുകി തുടയ്ക്കാൻ വേണ്ടി ഞാൻ പോയി. കാസയിൽ ഞാൻ വെള്ളമൊഴിച്ചു. പിന്നെ രക്തം ഉൾക്കൊണ്ടതിന് ശേഷം കാസയിൽ വെള്ളമൊഴിച്ച് കഴിഞ്ഞപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞി കരട്. വേറെ ഒന്നും ചിന്തിക്കാൻ, അത്ഭുതമായിട്ട് ചിന്തിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല, പിന്നീടാണ് ചിന്തിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, കരടി കാസേനെ തോണ്ടി കളഞ്ഞിട്ട് അത് ഉൾക്കൊണ്ട് വേഗം തുടച്ചിട്ട് വേണം അടുത്ത പ്രാർത്ഥനയ്ക്ക് അവിടെ റെഡി ആയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരുത്താനുള്ള പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു നിർത്താം. പതിവിലും ഞാൻ സ്പീഡിൽ കഴുകി തുടയ്ക്കുന്ന ആളാണെങ്കിൽ ഇച്ചിരി സമയമുണ്ട്. കാരണം ഈ കരട് എടുത്ത് കളയാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയതുകൊണ്ട് കരടെടുത്ത് കളയാൻ വേണ്ടി തോണ്ടി കഴിഞ്ഞപ്പം അവിടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കൈമുറിച്ചിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയ്ക്ക് ചോര ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ കലക്കലുണ്ടോ എനിക്ക്. അപ്പം അതേപോലെ കരട് കാണാനുമില്ല. ഞാൻ വിചാരിച്ചിട്ട് കൈ മുറിഞ്ഞായിരിക്കും വിചാരിച്ച പെട്ടെന്ന് തന്നെ കൈ തട്ടിയിട്ട് മുറിഞ്ഞിട്ടില്ല. അതൊന്നും ചിന്തിച്ചില്ല. ഞാൻ കൊണ്ടു ഞാൻ പോയി ഗ്ലാസ് തുടച്ച് വെച്ചു.
ഞാൻ അതിനെക്കുറിച്ച് അന്നേ ദിവസം ഒന്നും ചിന്തിച്ചിട്ടില്ല. ഉള്ള കാര്യം പറയാം, ഞാൻ ഒന്നും ചിന്തിച്ചില്ല. എനിക്ക് പ്രത്യേകം തോന്നിയില്ല. പക്ഷെ ഇങ്ങനെ സംഭവിച്ചായിരുന്നു. അതിനെപ്പറ്റിയും പിന്നെ ചിന്തിച്ചൊന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ പോയി. പിറ്റേ ദിവസവും ബലിയർപ്പിച്ചു. ഇല്ല, പോയി, കംപ്ലീറ്റ് പോയി. അന്നത്തെ ദിവസത്തിന് ശേഷം ഇന്ന് വരെ ഈ കയ്യിൽ കിട്ടുന്ന അടയാളം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കും. നമുക്കങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ, ലോക്കലായിട്ട് ചോദിക്കുക. അതാണ് ദൈവത്തിന് ഇഷ്ടം. വലിയ സിമ്പിളായിട്ട് ചോദിക്കുക. അതാണ്. എന്നാലും ഇത്രയും നാൾ തന്നിട്ട് നീ ഇപ്പം അത് എടുത്തു കളയാനായിട്ട് കാരണം എൻ്റെ തീരും കുഴപ്പമാണ്. അതും വളരെ തീക്ഷ്ണതയോടെ, എന്നെ തീക്ഷ്ണമതി എന്നാണ് തീക്ഷ്ണതയോടെ ബലിയർപ്പിക്കുകയും പ്രഭാതത്തിൽ എഴുന്നേറ്റ് കാര്യങ്ങളും പ്രാർത്ഥനയും അതുപോലുള്ള കാര്യങ്ങൾ തീക്ഷ്ണതയോടെ ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ എന്തായിരിക്കും പറഞ്ഞു. അങ്ങനെ അതായത് കണ്ടെങ്കിലും ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പം ഈശോ ഇതെനിക്ക് കാണിച്ചു തരാം. അന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. നിനക്ക് മനസ്സില്ല, നീ മറ്റേ അത് മാത്രമേ അത്ഭുതമുള്ളൂ, അനുഗ്രഹമുള്ളൂ ചിന്തിച്ചിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ആത്മീയ ഗുരുക്കളോടൊക്കെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ചാൻസ് വരുന്നത്. ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ ഇത് ഞാൻ എൻ്റെ പള്ളിയിൽ പബ്ലിക്കായി പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വാർഡിൽ ഞാൻ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഈ അടയാളം കാണേണ്ട ആവശ്യമില്ല. അല്ല, ഈ പിറന്നു വരിക്കുന്ന ഈ പുത്രൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി പരിശുദ്ധ കന്യകാമറിയും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് ഈശോ ഇത് നമ്മുടെ മുമ്പിലേക്ക് തരുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന, നിന്റെ നാവിൻ തുമ്പിലേക്ക് ഈശോ തരുന്ന ഈ വിശുദ്ധ കുർബാന, വിളക്കന്നൂരിലെ അത്താരിയിൽ തിരുവോസ്തിയിൽ തെളിഞ്ഞ ഈ കർത്താവിന്റെ മുഖം, അത് നിന്നോട് പറയാൻ സന്ദേശമുണ്ട്. അത് വെറുതെ അങ്ങനെ ഉണ്ടായതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കണം. ഇത് ലോകത്തിന് മുഴുവൻ ഒരു സാക്ഷ്യമായിട്ട്, ഒരടയാളമായിട്ട് ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ. നമ്മള് പൗലോസ് മടുത്തത് നമ്മൾ എന്നതിൻ്റെ മുന്നിലേക്ക് കഴിയുന്നു. എൻ്റെ ഈശോ, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. കാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന.
വസിക്കും വിരുന്നൊരുക്കിയിടും കൃപയാൽ. ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ, ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ. ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ, ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ. താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ആരാരും കാണാത്തീരിൽ നാഥൻ അനുഗ്രഹമഴവില്ലു തീർക്കും. പ്രത്യാശ നൽകും സന്തോഷമാകും പടിയിറങ്ങിടും പാപം. ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ, ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ. ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ, ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ. താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. സ്വീകരിച്ചുകൊണ്ട് അതൊന്ന് നൽകിയ ദാനമായി നൽകിയ മക്കളെ സ്വീകരിച്ച് കുടുംബത്തെ മാതാപിതാക്കളൊക്കെ അനുഗ്രഹിക്കണം. കർത്താവേ, ഇവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ അനേകരിലേക്ക് അങ്ങയുടെ അത്ഭുതകരമായ കൃപ വർഷിക്കപ്പെടുന്നതിന് കർത്താവേ വിശ്വാസം കൂടുതൽ ക്ഷമിക്കുന്നതിന് കൃപയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ഫോട്ടോയിൽ തീർക്കാനല്ല,
ഈ ദിവ്യകാരണത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പരിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ ഈ ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതിൽ തുടക്കം മുതൽ അവസാനം വരെ പങ്കുചേരണം. ശരിക്കും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് ആരാണ്? ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന അപ്പം നിസ്സാരമായി കണക്കാക്കി ഈശോയുടെ ശരീരത്തെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഗൗരവമായിട്ട് കാണാം. നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് നമ്മളെ വരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ ഈശോ വീണ്ടും നമ്മളെ വരമേൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവിൽ നിന്ന് നമുക്കിത് ലഭിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തലമുറകൾക്ക് കൈമാറിക്കൊടുക്കും. ഈ വിശ്വാസം തീക്ഷ്ണതയോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. After worship and prayer at the holy place of the sacred place of our Lord Jesus Christ at Vilakannur, we had been duly blessed by the Holy Eucharist, and in the happiness of visiting such a place, now we are returning to our native place with content and satisfaction. You can also visit the place, pray there, adore the holy face, and get blessed